Hello friends, welcome back to Learn English Master. Appreciating Poetry exam oriented ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. Today we are going to discussing about the poem When I Consider How My Light is Spent by John Milton. മിൽട്ടൺ എന്ന പോയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പ്യൂരിറ്റൻ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം പാരഡൈസ് ലോസ്റ്റ് എന്ന എപ്പിക് കാവ്യമാണ്. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നീതീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ എപ്പിക് കവിതയിലൂടെ മിൽട്ടൺ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ പാരഡൈസ് റീഗെയിൻ, സാംസൺ അഗനിസ്തസ്, ലിസിഡസ്, അലേഗ്രോ, ഇൻ പെൻസെറോസോ തുടങ്ങിയ ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലിസിഡസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിത തൻ്റെ കൂട്ടുകാരനായ എഡ്വേർഡ് കിങ് മരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു പാസ്ട്രൽ എലജിയാണ് ലിസിഡസ് എന്ന് പറയുന്ന കവിത. അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ് എറേയോ പജറ്റിക്ക. പ്രസ് സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു കൃതിയായിരുന്നു എറേയോ പജറ്റിക്ക. മിൽട്ടൻ്റെ കവിതകൾ വിവിധ തരം പ്രമേയങ്ങളെ അവതരിപ്പിക്കുന്നവ ആയിരുന്നു. രാഷ്ട്രീയ കാര്യങ്ങളും അതിൽ വിഷയമായി മാറിയിരുന്നു. 1651 മിൽട്ടൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുതാനായി അദ്ദേഹത്തെ സഹായിച്ചത് മറ്റൊരു കവിയായ ആൻഡ്രൂ മാർവെൽ ആയിരുന്നു. അതിശയകരമായ ഒരു കാര്യം, കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടതിനു ശേഷവും തൻ്റെ പ്രധാന കൃതികളെല്ലാം മിൽട്ടൺ എഴുതി എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള സോണറ്റ് എഴുതിയത് 1652 അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ലൈറ്റിനെ ആധാരമാക്കിയാണ് ഈ സോണറ്റ് എഴുതിയിരിക്കുന്നത്. കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ വിവരിക്കുന്നു. ചെയ്തു തീർക്കാനുള്ള തൻ്റെ കടമകളെപ്പറ്റി മിൽട്ടൺ ഓർക്കുന്നു. കാഴ്ചയില്ലാത്തതുകൊണ്ട് തൻ്റെ കടമകൾ ശരിക്കും നിർവഹിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിനറിയാം, കാഴ്ചയില്ലാത്തതുകൊണ്ട് കാഴ്ച വേണ്ട പ്രവൃത്തികളൊന്നും തന്നെ ദൈവം തൻ്റെ പക്കലിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല എന്ന്. തങ്ങളുടെ ഊഴത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരും ദൈവത്തെ സേവിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ അവസ്ഥയെപ്പറ്റി വിവരിക്കാനായി മിൽട്ടൺ ബൈബിളിലെ ഒരു ഉപമ ഉപയോഗിക്കുന്നു. മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 25 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് താലന്തിൻ്റെ ഉപമ കാണുന്നത്. ഒരു ധനികൻ ഒരു ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് തൻ്റെ 3 അടിമകൾക്ക് കുറേശ്ശെ പണം നൽകി. ആദ്യത്തെ ആൾക്ക് 5, രണ്ടാമത്തെ ആൾക്ക് 2, മൂന്നാമത്തെ ആൾക്ക് 1 താലന്ത് ആണ് നൽകിയത്. ടാലന്റിന് 2 അർത്ഥമുണ്ട്. 1 ഒരു തുക, 2 നമ്മുടെ കഴിവുകൾ എന്നാണ്. കുറേ നാൾ കഴിഞ്ഞ് ധനികൻ തിരിച്ചു വന്നു. അടിമകളെ വിളിച്ചു ചോദിച്ചു, അവർക്ക് കിട്ടിയ ടാലന്തുകൾ കൊണ്ട് എന്തു ചെയ്തു എന്ന്. ഒന്നാമനും രണ്ടാമനും പറഞ്ഞു, അവർക്ക് കിട്ടിയ ടാലന്തുകൾ ശരിയായി ഉപയോഗിച്ചത് അത് ഇരട്ടിപ്പിച്ചു എന്ന്. ധനികന് സന്തോഷമായി. അവരോട് താലന്തുകൾ കൈവശം വെച്ചുകൊള്ളാൻ പറഞ്ഞു. അവർ വിശ്വസ്തരാണെന്നും കൂടുതൽ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാമനെ വിളിച്ച് അയാൾ പറഞ്ഞു, അയാൾക്ക് ഭയമായിരുന്നു എന്നും അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ അവന് കിട്ടിയ താലന്ത് അവൻ കുഴിച്ചിട്ടിരിക്കുന്നു എന്നും. ധനികന് അവനോട് ദേഷ്യം വരികയും അവനെ ശിക്ഷിക്കുകയും ചെയ്തു. അവൻ്റെ കൈവശമുണ്ടായിരുന്ന താലന്ത് കൂടി ധനികൻ ഒന്നാമന് കൊടുത്തു. ഇതിൻ്റെ ഗുണപാഠം ഇതാണ്: ദൈവം തന്ന കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. When I consider how my light is spent by John Milton. കവിതയുടെ ആശയത്തിലേക്ക്.
എനിക്ക് കാഴ്ചയുണ്ടായിരുന്നപ്പോൾ ഇരുട്ടുപിടിച്ച ഈ ലോകത്ത്, ഈ വലിയ ലോകത്തിൽ എങ്ങനെ ഞാൻ എൻ്റെ പ്രകാശം ചിലവാക്കി എന്നോർത്ത് കവി ആശങ്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ടാലൻറ്റ് അത് ശരിയായി എനിക്ക് ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശരിക്ക് വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ സൃഷ്ടാവിനെ സേവിക്കണം എന്ന് എനിക്ക് അതിയായ ആശയുണ്ട്. അദ്ദേഹം കണക്ക് ചോദിക്കുമ്പോൾ എനിക്ക് കണക്ക് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ടാലൻറ്റ് ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് ദേഷ്യപ്പെടും. ഒരുപക്ഷെ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു: ഒരാൾക്ക് കാഴ്ച കൊടുക്കാതെ കാഴ്ച വേണ്ട പ്രവൃത്തി ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുമോ? ഈ ചോദ്യത്തിന് എൻ്റെ ആന്തരാത്മാവ് മറുപടി നൽകുന്നു: ദൈവത്തിന് മനുഷ്യൻ്റെ പ്രയത്നം ആവശ്യമില്ല. താൻ കൊടുത്തിരിക്കുന്ന ടാലൻറ്റുകളും ആവശ്യമില്ല. തങ്ങളുടെ വിധി ശാന്തമായി സ്വീകരിക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നതാണ്. ദൈവം ഒരു മഹാരാജാവാണ്. 10,000-കണക്കിന് മാലാഖമാർ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ നിർവഹിക്കാനായി രാവും പകലും കരയിലും സമുദ്രങ്ങളിലും സജ്ജരായി നിൽക്കുന്നു. അങ്ങനെ കവി സമാധാനപ്പെടുകയാണ്. തൻ്റെ ഊഴം കാത്തുനിൽക്കുന്നവരും ദൈവത്തെ സേവിക്കുന്നു. അതുകൊണ്ട് ദൈവം കോപിക്കും എന്നോർത്ത് തനിക്ക് ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് കവി പറയുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റിപ്ലൈ ഗിവൻ ബൈ പേഷ്യൻസ് ടു ദ പോയറ്റ്? ക്ഷമ കവിയോട് എന്ത് ഉത്തരമാണ് നൽകുന്നത്? ആൻസർ: ദ റിപ്ലൈ ഗിവൻ ബൈ പേഷ്യൻസ് ടു ദ പോയറ്റ് ഈസ്, God does not need a man's work or his own gifts. They serve God best who bear their mild yoke. God's state is kingly. There are thousands at his command over land and ocean. They also serve God who stand and wait. Second question: mention one example of personification in the poem. കവിതയിൽ നിന്ന് പേഴ്സോണിഫിക്കേഷന് ഒരു ഉദാഹരണം കണ്ടെത്തുക എന്നാണ്. ആൻസർ: വൺ എക്സാമ്പിൾ ഈസ് ഡെത്ത് ലൈക്ക് എ തീഫ് ഹൈഡിങ് ദ ടാലൻറ്റ്. Another example is patience giving a reply to the question put by the poet. Question number 3: what are the meanings of the word talent? ടാലൻറ്റ് എന്ന വേർഡുമായി ബന്ധപ്പെട്ട വിവിധ തരം അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ: ഇറ്റ് ക്യാൻ മീൻ an amount of money and it can also mean our special gifts or ability, like the talent to sing, dance, act, or even the gift of understanding things properly. Question number 4: explain the last line of the poem. Answer: it means even those people who stand and wait also do service. In the military, for example, the soldiers are not always fighting on the battlefield. Even as they wait in the camps, they are doing their duty, they are serving. Next, paragraph questions. First one: consider Milton's sonnet as a crisis poem. മിൽട്ടൻ്റെ കവിതകൾ ഒരു ക്രൈസിസ് കവിതയായി എങ്ങനെ വിലയിരുത്താം എന്നാണ് ചോദ്യം. ആൻസർ: when I consider how my life is spent by John Milton is a crisis poem because in it the poet explores his own grief over his blindness and expresses his fear that it will mean that he will be unable to use his abilities as he wanted. Milton became completely blind when he was 44. He knew he could write well, but so far he had not written anything very great. It is surprising to note that all his most important works, like Paradise Lost, Paradise Regained, and Samson Agonistus,
were written after he became blind. This poem is structured around the metaphor of light. The poet shows his condition before losing his sight and also after he lost it. In the past, he had his eyesight, but now he is blind. He thinks of the service he has to render to God. He is so worried if he will be able to do it properly as he lacks eyesight. He is worried if he will be able to do it properly as he lacks eyesight. But he knows God will not demand anything hard from him that needs the helps of eyesight, as fate took away his sight. He thinks even those who stand and wait are also serving God. Thus, we see a crisis in the life of Milton, and he tries to overcome it. Second paragraph question: comment on the imagery of the poem. കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറിയെ പറ്റി വിവരിക്കുക എന്നാണ്. When I consider how my life is spent by John Milton has beautiful imagery. In it we see the blind poet thinking about the time he had eyesight and also about the time he does not have it. We see this talent for writing. Only death can take it away from him. He wants to write well using his talent. He does not use his talent well. He will be punished by his maker, as the master in the parable punished his slaves who had hidden away his talent. We can see the master rewarding the two faithful slaves and punishing the lazy one. We can also see God as a great king and his vast empire. He was posted angels all over the land and sea to carry out his orders as and when he given them. We also see a merciful God who does not demand things from people without giving them the necessary materials to make them. That's all.